ഈ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണം ഉൾപ്പെടെ 103(2) പെടുത്തി കൈകാര്യം ചെയ്യുന്നതടക്കം ഈ 2023 ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട നടപടികൾ തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു കുറവും ഉണ്ടായിട്ടില്ലെന്നും അത് തന്നെയാണ് സ്വീകരിച്ചു പോരുന്നതെന്നും ഗൗരവമായി സർക്കാർ എടുത്തിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചു. അക്കാര്യത്തിൽ തുടർച്ചയായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ള അവരുടെ അഭിപ്രായവും ഗൗരവമായി തന്നെ കണക്കിലെടുത്തിട്ടുണ്ട്. 2023 സുപ്രീം കോടതി കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഗൗരവമായി കാണുകയും അതിൻ്റെ ഗൈഡ് ലൈൻ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഗൗരവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ആലോചന ഇവിടെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തന്നെയാണ് ഇവിടെ ആലോചിച്ചിട്ടുള്ളത്. സർക്കാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം അവരോട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ എത്തിച്ചേരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി കാണുകയാണ് ഗവൺമെൻറ്റിൻ്റെ ലൈൻ. നേരത്തെ ഉണ്ടായിരുന്ന കോവിഡിലും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലും അതിഥി തൊഴിലാളികളായ ആളുകളെ തദ്ദേശീയരായ തൊഴിലാളികൾക്ക് നൽകുന്ന എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും നൽകണം എന്നുള്ള നിലപാട് തന്നെ കോവിഡ് കാലത്ത് എടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള പരിരക്ഷയും അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്. ആ ഉറപ്പുമായിട്ട് തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഇതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിധിയിൽ നിന്ന്, ദുരിതാശ്വാസ നിധിയിൽ നിന്ന്, CMDRF-ൽ നിന്നുള്ള സഹായം ക്യാബിനറ്റ് ഗൗരവമായി കണക്കാക്കും. അത് ഏറ്റവും ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ എടുത്ത് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിനാണ് അതിൻ്റെ അന്തിമമായിട്ടുള്ള അധികാരം. ചർച്ചയിൽ 10 ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം വേണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിച്ചു. ബന്ധപ്പെട്ടവർ അഭിപ്രായം രേഖപ്പെടുത്തി. അക്കാര്യം ആ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുത്തുകൊണ്ട് ക്യാബിനറ്റിൽ അവതരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യവും സഹായവും ചെയ്തു കൊടുക്കും എന്ന് തന്നെ ബന്ധപ്പെട്ടവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ പണം അവർക്ക് തന്നെ കിട്ടണം എന്ന കാര്യത്തിൽ നമ്മൾ ഉറപ്പ് വരുത്തണം. അവിടെ അവരെത്തിച്ചേരുന്ന ഗ്രാമം, അവരെത്തിച്ചേരുന്ന സ്ഥിതികൾ കേരളത്തിലേതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള നിയമയുദ്ധമോ ഇടപെടലോ ഒന്നും നടത്താൻ പര്യാപ്തമല്ലാത്ത വിധത്തിൽ സാമൂഹിക കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോകേണ്ടി വരുന്ന ഒരു ജനതയാണ് അവിടെയുള്ളത്. അവരോട് ആ അർത്ഥത്തിൽ തന്നെയുള്ള വികാരമാണ് നമുക്കും ഉള്ളത് എന്നുള്ളത് കൊണ്ട് കൃത്യമായി അവരുടെ അപേക്ഷ സ്വീകരിച്ച് ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ ലീഗൽ ഹെയർസ് ആണെന്ന പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് വാങ്ങി അവരുടെ കയ്യിൽ തന്നെ പണം എത്തിക്കാനുള്ള സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ക്യാബിനറ്റാണ് ഇത് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഒരു പ്രഖ്യാപനം അങ്ങനെ ആ അർത്ഥത്തിൽ നടത്താത്തത്. പക്ഷേ ഈ കാര്യത്തിൽ അവരുന്നയിച്ച കാര്യത്തിൽ കുറവ് വരാത്ത വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് കൊണ്ടുപോകാനുള്ള ചെലവുകളെല്ലാം വഹിക്കാൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ അവർ സ്വീകരിക്കും. പാലക്കാടാണ് ഇതുണ്ടായത്, തൃശ്ശൂരിലേക്കാണ് വന്നത്. അങ്ങനെയുള്ള ജില്ലാ അഡ്മിനിസ്ട്രേഷനുകൾ ഒന്ന് മാറുന്നതിൻ്റെ ചില ആശയക്കുഴപ്പങ്ങൾ ഇടയിലുണ്ടായിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ പൂർണ്ണമായിട്ടും നമുക്ക് നഷ്ടപ്പെട്ട രാംനാരായണൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നു.